എല്ലാവർക്കും നമസ്കാരം, ശുഭദിനം. ഞാനങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അധികം നിങ്ങളെ ബോറടിപ്പിക്കാതെ പെട്ടെന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വീട്ടിലൊരു ചെമ്പരത്തി ഉണ്ട്. അധികം ചെടിയൊന്നും നമ്മുടെ ഫ്ലാറ്റിലില്ല. എന്നാൽ ഇതെൻ്റെ ചെമ്പരത്തി കുട്ടികളാണ്. ഞാൻ എപ്പോഴും ചെമ്പരത്തി ഉണ്ടാകുമ്പോൾ അതിലൊരു ചെമ്പരത്തി ദേവിക്കോ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന അവിടെ വയ്ക്കും. അപ്പോൾ ഒന്ന് വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 3 കിട്ടും എന്നുള്ള പോലെ അങ്ങനെയുണ്ട്. ടച്ച് വുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ സുന്ദരി കുട്ടികളെയൊക്കെ കാണിച്ചു തരാം. ഞാൻ ഇന്ന് വളരെ അതിശയം തോന്നി. ഒരു ചെമ്പരത്തി വളരെ ഇങ്ങനെ താഴത്തെ കൊമ്പിൽ അതിൽ 3-4 മുട്ടുകളുമായിട്ട് ഉണ്ടായത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഞാൻ അവരോടാണെങ്കിലും നമ്മളെങ്ങനെയാണ് ഒരു പെരുമാറ്റത്തിനൊക്കെ ഒരു മര്യാദ വേണ്ടേ. അപ്പോൾ ഞാൻ ആദ്യം അതിന് വെള്ളം ഒഴിച്ച ശേഷമാണ് ഞാനതിൽ നിന്ന് പൂവ് എടുക്കുകയുള്ളൂ. സദാപാലയ സാരസാക്ഷ സമാനരഹിത. അപ്പോൾ നമുക്കിന്ന് ദേവിയുടെ അടുത്ത് ഇരിക്കാട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ വിളക്ക് തെളിയിക്കാൻ പോവുകയാണ്. സോ ഇന്നലെ മകരസംക്രാന്തിക്ക് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ബേലാപ്പൂർ അയ്യപ്പ ടെമ്പിളിലാണ് പോയത്. ഞാൻ ബേലാപ്പൂർ അയ്യപ്പ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ നവി മുംബൈയിലുള്ള ഒരു അമ്പലമാണ്. ഞാനതിൻ്റെ ചെറിയൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ കുട്ടി അവൻ രാവിലെ എഴുന്നേറ്റു. അവനങ്ങനെ രാവിലെ പോലൊന്നും ഇല്ല. എപ്പോൾ വേണമെങ്കിലും ഉറങ്ങും, എപ്പോഴെങ്കിലും എണീക്കും. അയ്യപ്പസ്വാമി തന്ന ഗിഫ്റ്റാണെന്നൊക്കെ ഞാൻ ഇവനെക്കുറിച്ച് പറയുന്നത്. ഇവനാണ് നമ്മുടെ വീട്ടിലെ ഒരു ഹീറോ. കുട്ടി, ഷിംകുട്ടിക്ക് ഷുഗർ ആണോ? ഇത് കണ്ട പൂവൊക്കെ കണ്ടടാ കണ്ണാപ്പി. തെളിയിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. വിഘ്നേശ്വരായ നമഃ. എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ശുഭദിനം. ഇന്ന് ജനുവരി 15, 2025. ഓരോ ദിവസവും നമുക്ക് വളരെ പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമാണല്ലോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊക്കെ ചെയ്യുന്നത് ഞാൻ ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ബോറടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അധികം അങ്ങനെ വലിയ വ്ളോഗൊന്നും ചെയ്യുന്ന ആളല്ല. ഓക്കെ, ആരുടെ സമയം വേസ്റ്റ് ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എൻ്റെ പേര് നിഷ മധു. എൻ്റെ ചാനൽ ഒത്തിരി പേർക്കൊന്നും അറിയണ്ടാവില്ല. ഒന്നാമത് ചാനൽ അത്ര പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഞാൻ അത്ര എന്താ പറയുക, ഒത്തിരി മെനക്കെട്ടിട്ടില്ല എന്നുള്ളത് തന്നെ ഒരു സത്യമാണ്. എന്നാലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാറുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നലെ മകരസംക്രാന്തി ആയിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി. ബേലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ അയ്യപ്പൻ്റെ ഒരു അമ്പലമുണ്ട്, നവി മുംബൈയിൽ ബേലാപ്പൂർ എന്ന സ്ഥലത്ത്. അപ്പം 18 പടിയൊക്കെയുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ ഇന്നലെ 10,000 ദീപങ്ങൾ തെളിക്കുന്ന ഒരു ഫങ്ഷനുണ്ട്. അതായത് നമ്മുടെ മകരജ്യോതി തെളിയുന്ന സമയത്ത്
ആണ് ആ ഒരു സമയത്ത് തന്നെ 10,000 വിളക്ക് കൊളുത്തുന്ന ഒരു സിസ്റ്റം. അപ്പം ഞാനും അതിൻ്റെ ഭാഗമാവാൻ വേണ്ടി ഇന്നലെ പോയി അതിൽ കൂടി അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. അമ്പലത്തിലായതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ പൊതുവിൽ നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനാണ് പോയിരിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിനകത്ത് എന്താ പറയുക ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തത്. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ 1-2 കൂട്ടുകാരെയൊക്കെ, കാരണം ഞാൻ ഖാർഗറിലാണ് താമസിക്കുന്നത്. ഖാർഗറിൽ അമ്പലത്തിലും ഇന്നലെ അതിൻ്റെ സ്പെഷ്യലായിരുന്നു. ഒത്തിരി പേര് ഖാർഗറിൽ തന്നെ പോയി. എങ്കിലും എൻ്റെ ഖാർഗറിലെ 1-2 കൂട്ടുകാരെ കൂടെ എനിക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചു. അവരൊക്കെ ഈ വ്ളോഗിലുണ്ട്. അപ്പം എന്താ പറയുക, ആദ്യമായിട്ട് ചെയ്യുന്ന വ്ളോഗാണ്. അതിലെന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത്, ആക്ച്വലി ഡേ ഇൻ മൈ ലൈഫ് ഒത്തിരി 5 മണിക്ക് തന്നെ തുടങ്ങിയായിരുന്നു. പക്ഷേ ഞാനിപ്പം ഒരു ഏകദേശം 8 മണി തൊട്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് ചെയ്യുള്ളൂ, ഒത്തിരി ഞാൻ നിങ്ങളെ മെനക്കെടുത്തില്ല കേട്ടോ.